ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ആദ്യം ഞാൻ എപ്പോഴും നിങ്ങളോട് സംസാരിക്കാൻ വരാറില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനോടും വ്യൂവേഴ്സിനോടും എൻ്റെ പ്രത്യേക താങ്ക്സ് പറയുന്നു. എന്നോടൊപ്പം ഈ നിമിഷം വരെ എന്നോടൊപ്പം കൂടെ നിന്നതിനും എൻ്റെ വീഡിയോസിനെയൊക്കെ സപ്പോർട്ട് ചെയ്തതിന് എൻ്റെ എല്ലാ വ്യൂവേഴ്സിനോടും പ്രത്യേക നന്ദി ഞാൻ അറിയിക്കാനാണ് ഈ വീഡിയോ സ്പെഷ്യലായിട്ട് ചെയ്തത്. എനിക്കൊരു സന്തോഷ വാർത്ത അറിയിക്കാനുണ്ട്. ടച്ച് വുഡ്, ഇതുകൊണ്ടെങ്കിലും എൻ്റെ യൂട്യൂബ് മെച്ചപ്പെടട്ടെ എന്ന് ഞാൻ കൂടുതൽ ആഗ്രഹിക്കുകയാണ്. ഇത് ഒരു ഹെഡ്സെറ്റല്ല, ഒരു കോളർ മൈക്ക് വാങ്ങിച്ചു ഞങ്ങൾ. അപ്പോൾ ഇന്ന് കണ്ടോ, ഞാൻ ഇയർഫോൺ കൊണ്ടാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, ഇനി കോളർ മൈക്ക് എങ്ങനെ ഉപയോഗിച്ചാൽ എങ്ങനെ ഉണ്ടാവും നോക്കാം. ഇത് ഹോളി ലാൻഡ് ലാർക്ക് M2 വയർലെസ് ലാവ്ലിയർ മൈക്രോഫോൺ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇത് ഇതിൻ്റെ ചാർജിങ് കേസാണ്. തുറക്കാം, കണ്ടോ, ഇതിൽ 2 കോളർ മൈക്ക് ഉണ്ട്. പിന്നെ ഇവിടെ ഒരു നമ്മുടെ ക്യാമറ ഉപയോഗിക്കുന്നവർക്ക് വേണ്ടി ഒരു സെപ്പറേറ്റ് എക്യുപ്മെൻ്റ് കൂടെ ഉണ്ട്. ഓക്കെ, ഞാൻ ഇന്ന് ഈ കോളർ മൈക്ക് ഉപയോഗിക്കാം. അപ്പം ഈ കോളർ മൈക്ക് ഉപയോഗിക്കുമ്പോൾ അതിന് മുന്നേ നമുക്ക് നമ്മുടെ ഫോണിലോട്ട് ഒരു കാര്യം പിടിപ്പിക്കാനുണ്ട്. ഒരു മിനിറ്റ്. ഇത് നമ്മുടെ ഫോണിലേക്ക് അറ്റാച്ച് ചെയ്യണം. ഇത് നമ്മുടെ സാധാരണ സാംസങ് പോലെയുള്ള ഫോണുകൾക്കും ഇത് ഐഫോണിന് വേണ്ടിയുള്ളത്. അപ്പോൾ ഞാൻ ഐഫോൺ അല്ല, എൻ്റെ സാംസങ് ഫോണാണ്. എൻ്റെ സാംസങ് S21 FE എന്ന് പറയുന്ന ഫോണാണ് എൻ്റെ കയ്യിലുള്ളത്. ഞാനിത് എൻ്റെ ഫോണിലേക്ക് ആദ്യം അറ്റാച്ച് ചെയ്യണം. ഇത് അറ്റാച്ച് ചെയ്യുമ്പോൾ ഇതാണ് നമുക്ക് ബ്ലൂടൂത്തിൻ്റെ ആവശ്യമില്ല, ഇതാണ് നമ്മുടെ കോളർ മൈക്ക്. അപ്പോൾ ഇതാണ് നമ്മളെ സൗണ്ട് ട്രാൻസ്മിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നോക്കിക്കേ, നിങ്ങൾക്ക് കോളർ മൈക്ക് ഇല്ലാതെ അല്ലേ എൻ്റെ സൗണ്ട് കേൾക്കുന്നത്. നമുക്കിത് വെച്ച് കഴിയുമ്പോൾ മാജിക്ക് നോക്കാം. ഇപ്പം എൻ്റെ കോളർ മൈക്ക് ഇവിടെ ഫാനൊക്കെ ഇട്ടിട്ടുണ്ട്. സോ ദിസ് ഈസ് മൈ കോളർ മൈക്ക് കേട്ടോ. അപ്പം ഇതിലിത് ഗ്രീൻ ലൈറ്റ് ആണിത് ഓൺ ചെയ്ത് വരച്ചിരിക്കുന്നത്. വെച്ചാൽ നോയ്സ് ബ്രേക്ക് മീൻസ് നമ്മുടെ എക്സ്ട്രാ നോയ്സൊക്കെ ഇല്ലേ നമ്മൾ സംസാരിക്കാത്ത, അതൊക്കെ കട്ടാവാൻ വേണ്ടിയുള്ളതാണ്. അപ്പം ഞാനിത് പിടിപ്പിച്ച് നോക്കാം. ഇതിൻ്റെ പിറകിൽ ഒരു മാഗ്നറ്റ്. ഈ മാഗ്നറ്റ് നമ്മുടെ ഡ്രസ്സിൻ്റെ ഇവിടെ വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ മൈക്കിൻ്റെ ഭാഗം നമ്മുടെ സൗണ്ട് കേൾക്കത്തക്ക വിധത്തിലാക്കി ഇതിവിടെ വെച്ചു. അങ്ങനെ എൻ്റെ കോളർ മൈക്ക് വെച്ച് കഴിഞ്ഞു. ഇപ്പം എൻ്റെ വോയിസ് എങ്ങനെയുണ്ട്? കൊള്ളാവോ? കണ്ടോ, എനിക്ക് തോന്നുന്നു എൻ്റെ വോയിസ് ഇപ്പോൾ നല്ല സൂപ്പർ ക്ലിയർ ആയിരിക്കുമെന്ന്. സോ അങ്ങനെ എൻ്റെ കോളർ മൈക്ക് ഉദ്ഘാടനം എന്താ പറയുക, യൂട്യൂബിൽ കൂടി തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്തു. അല്ലാതെ തന്നെ ഞാനൊരു വീഡിയോ അൺബോക്സിങ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പിന്നീട് ഞാൻ അപ്ലോഡ് ചെയ്യാം. Okay, so dear friends, I bought a collar mic. The brand is Holy Land Lark M2. See this one. Okay, so this is best quality, and I started my YouTube channel in the year 2014, but till just 2 or 3 days before only I bought this Holy Land collar mic, and it is very necessary that I should be audible to you whenever I express my opinions or my travel vlogs or whatever it is. Sometimes I like poetry, I want to recite poems. Sometimes I love storytelling, and see n number of subjects. So you can say you will get a wide range of contents from me. So I think I hope you like my all contents, and
very spontaneously I'm talking now. Okay, thank you. So I'm planning to read this the Da Vinci Code. Okay, if I read some paragraphs, then I will explain what I read in this. So this is my new plan to read the Da Vinci Code. So okay, so um, those who plan to buy a Coda mic, you can go for this. That is my opinion. Thank you.